അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം ആദരവും ബഹുമാനം നിറഞ്ഞ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, ഒരുമിച്ച് കൂടിയവരെ, ഒരു നസീഹത്തിന് വേണ്ടിയിട്ടല്ല, ഇൻഷാ അല്ലാഹ് നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ ഭക്ഷണം കഴിക്കുന്ന വീട്ടിലുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വേദിയിലെത്തും. അദ്ദേഹം വരുമ്പോൾ ഒരുപാട് കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഇന്നലെ വന്നത്. വരുമ്പോൾ സദസ്സൊക്കെ ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. വരുമ്പോൾ മനസ്സിന് റാഹത്തിട്ടുണ്ടെങ്കിൽ സദസ്സ് പൂർത്തിയാണല്ലോ. അപ്പോൾ ദൂരെ നിൽക്കുന്ന എല്ലാ ആളുകളും സദസ്സിൽ വന്നിരുന്നും കൊണ്ട് സദസ്സ് ഭംഗിയാക്കുക. മഹാന്മാരായ സമസ്തയുടെ പൂർവികരായ ആളുകളെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ സദസ്സും ഒരുക്കിയത്. ബഹുമാനപ്പെട്ട ശൈഖുനാ ബാത്തൂർ ഉസ്താദ് അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു. ഇലാഹിയായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വഹിദമായ പ്രസ്ഥാനം. അന്നു മുതൽ ഇന്ന് വരെയുള്ള അതിൻ്റെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, അതിൻ്റെ മറ്റുള്ള മുഷാവറയിലുള്ള ആളുകളാകട്ടെ, ഇന്ന് നമുക്കറിയാം, ഇന്ന് പല ആളുകളും എല്ലാ നിലക്കും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ ദീനിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഏറെ കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന മഹാന്മാരാണ് അവരൊക്കെ. അവരെ കുറിച്ച് വല്ല വാക്കോ നമ്മളിൽ നിന്ന് വന്നു പോകരുത്. മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേൾക്കാൻ പോലും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് നമ്മളൊക്കെ. എന്നിരുന്നാലും അൽഹംദുലില്ലാഹ്, നമ്മുടെ ഫജീർ എന്ന് പറയുന്നത് സമസ്തയെ സ്നേഹിക്കുന്ന, സമസ്തയുടെ മഹാന്മാരായ ആ മഹത്തുക്കളായ ആളുകളെ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു നാടാണ് ഫജീർ എന്ന് പറയുന്ന ഈ ഒരു നാട്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ ഒരുമിച്ച് കൂടിയവരോടും പറയാനുള്ളത്, ഞാൻ സമസ്തക്കാരനാണ്, ഞാൻ SKSSF-കാരനാണ്, ഞാൻ SVS-കാരനാണെന്ന് പറയുമ്പോൾ ഈ മഹാന്മാരായ സമസ്തയുടെ മഹാന്മാരെ കുറിച്ച് അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കണം. അവരെ ചരിത്രം നമ്മൾ പഠിക്കണം. എല്ലാ നിലക്കും വളരെ സൂക്ഷ്മതയോടെ, വളരെ തഖ്വയോടെ, അള്ളാഹുവിനോടുള്ള പേടിയോടെ ജീവിച്ച മഹാന്മാരാണ് മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങൾ. വളരെ തഖ്വയോടുകൂടി ഈ ലോകത്ത് ജീവിച്ചുകൊണ്ട് മരിക്കുന്ന നേരം കാമിലായ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവരാ. നമുക്കറിയാം, നമ്മൾ ശൈഖുന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുന്ന പേര് ശംസുൽ ഉലമ എന്നാണ്. ശൈഖുന വെറും ഒരു ശൈഖുന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പേരാണ് ശംസുൽ ഉലമ എന്ന് പറയുന്ന ആ വലിയ ഒരു ഇൽമിന്റെ ബഹറായ മഹാനായ ശൈഖുനയെ കുറിച്ച് ഏറെ പഠിച്ചവരാ, നമ്മൾ ഏറെ അറിഞ്ഞവരാ. ആ മഹാനായ ശൈഖുനാന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ തഖ്വയോടെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന് വേണ്ടി ഒരാളെ മുന്നിലും മടിയറ വെക്കാതെ വളരെ ഊർജവത്തോടെ, ഹിമ്മത്തോടുകൂടി എല്ലാ ആളുകളെയും പരിശുദ്ധ ഇസ്ലാമിന്റെ പാന്താവിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ നല്ല നിലക്ക് പ്രവർത്തിച്ച വലിയ ഒരു മനുഷ്യനാണ് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഇന്ന് എന്റെയോ നിങ്ങളുടെയോ വാപ്പയോ ഉപ്പാപ്പയോ അല്ല, പിന്നെയോ എന്തുകൊണ്ട് പരിശുദ്ധ ദീനിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി 40 വർഷക്കാലം സെക്രട്ടറിയായി വളരെ ശക്തിയോടെ നേതൃത്വം നൽകിയ മഹാനായ ആ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങളെ പരിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു. ഈ ദുനിയാവില് വളരെ സൂക്ഷ്മതയോടെ, തഖ്വയോടെ ജീവിച്ചത് കാരണമായിട്ടാണ് ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ മനസ്സിലും ശൈഖുനാ ശംസുൽ ഉലമയെ കുറിച്ച് ഓർക്കുന്നതും അവിടുത്തെ ഫാത്തിഹ ഓതുന്നതും ഇതുപോലെയുള്ള തവസ്സുൽ ബൈത്തുകൾ ചെല്ലുന്നതും. അതല്ലാതെ വേറെ എന്ത് കുടുംബ ബന്ധത്തിന്റെ പേരിലല്ല. അള്ളാഹു സ്നേഹിച്ചു, അള്ളാഹുവിനെ സ്നേഹിച്ചത് കാരണമായി അള്ളാഹു സ്നേഹിച്ചു. അള്ളാഹു മലക്കുകളോട് സ്നേഹിക്കാൻ
പറഞ്ഞു, മുഴുവൻ ആളുകളോട് സ്നേഹിക്കാൻ പറഞ്ഞു. ഓരോ മഹാന്മാരെ കുറിച്ച് പരിശോധിച്ചു നോക്കുമ്പോ എന്തിനേറെ നമ്മുടെ ഈ തൊട്ടടുത്ത് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട ശൈഖുനാ ബിത്തബൈൽ ഉസ്താദ് നമ്മൾ കണ്ടവരാ. അവർ ദുനിയാവിന് വേണ്ടി ജീവിച്ചില്ല, ആഖിറം മാത്രം ചിന്തിച്ച് ജീവിച്ച മഹാന്മാരാ. ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്തയുടെ ആളുകളും SKSSF-ന്റെയും SVS-ന്റെയും പ്രവർത്തകന്മാർ ചിന്തിക്കേണ്ടത് നമ്മുടെ മഹാന്മാർ, അതല്ലാതെ വേറെന്തെങ്കിലും പാർട്ടിയുടെ വിഷയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുരുത്തക്കേടാക്കുന്ന കാര്യങ്ങളോ അതൊന്നുമില്ല. അവരെ കാണിച്ചു തന്ന നല്ല സൽപാന്താവുണ്ട് നമുക്ക്. അവർക്ക് നല്ല നിലക്ക് ദുനിയാവിൽ ജീവിച്ചു, മരിച്ചു പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയോടെ പുഞ്ചിരിയോടെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. നമുക്ക് പിന്നെ കാണിച്ചു തന്ന ഒരുപാട് മാതൃകകളുണ്ട്. ആ ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കുക. വളരെ താഴ്മയോടുകൂടി ജീവിച്ച മഹാനായ ബിത്തബൈൽ ഉസ്താദ്, വളരെ തഖ്വയോടുകൂടി ജീവിച്ച മഹാന. ഈ ദുനിയാവിൽ ജീവിക്കുന്ന നേരത്ത് എന്താവശ്യമുണ്ടെങ്കിലും അദ്ദേഹം ഏത് ആളുകളോട് പറഞ്ഞാലും അത് സാധിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആഗ്രഹിച്ചില്ല, വെറും ആഖിറത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ബർസഖിയായ ജീവിതം അല്ലാഹുവേ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ, നിന്റെ സ്വർഗം കൊടുത്ത് നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഇരുത്തി പറയാൻ പാടില്ല, അല്ലേ? ഇരുത്തി പറയാൻ പാടില്ല. നമ്മുടെ കൂടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ പാത്തൂർ ഉസ്താദ്. ഇന്ന് പാത്തൂർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകളില്ല. അത്രത്തോളം ആളുകൾ പാത്തൂർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അറിയും. പക്ഷേ ചില ആളുകൾ കണ്ടാലേ അറിയൂ. ഇന്ന ആളാണ്, പേര് കേട്ടിട്ടറിയാം, ചിലപ്പോ കണ്ടിട്ടുണ്ടാവൂല. കാരണം ഏത് മേഖലയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ കുറച്ച് ആഫിയത്ത് കുറവാണ്. അല്ലാഹു ഒരുപാട് കാലം ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് നേതൃത്വം നൽകാനും അവരെ പിന്നിലായി ഞങ്ങൾക്ക് ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പ്രത്യേകമായും ഇതുപോലെയുള്ള മഹാന്മാരിൽ നിന്ന് പഠിക്കേണ്ടത് സൂക്ഷ്മതയും അവര് സൗമ്യമായിട്ടുള്ള സ്വഭാവമാണ്. വളരെ സൗമ്യതയോടെ. കാരണം ഒരാളെയും വേദനിപ്പിക്കാത്ത മനസ്സുകളാണ് അവരുടെ മനസ്സുകളൊക്കെ. ഒരാളെയും നൊമ്പലപ്പെടുത്താത്ത മനസ്സുകളാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ ആനക്കല്ലിൽ ഏകദേശം 15-16 വർഷമായി. ആ വർഷത്തിന്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഏറെ ബന്ധപ്പെടാനും സംസാരിക്കാനും ഇതുപോലെയുള്ള പരിപാടികൾ കൂടാനൊക്കെ എനിക്ക് സാധിച്ചു. ഏറെ സന്തോഷിക്കുന്നവരാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ആ സമയത്തൊക്കെ അവിടുത്തെ എല്ലാം സ്വഭാവത്തെക്കുറിച്ചും അവിടുത്തെ പെരുമാറ്റത്തെക്കുറിച്ചും നല്ലതുപോലെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അവരൊക്കെ സമസ്തയെ സ്നേഹിച്ചവരാ, അവരൊക്കെ സമസ്തയെ ആദരിച്ചവരാ. ഇതുപോലെയുള്ള ഉസ്താദടക്കം ഷംസുൽ ഉലമയുടെ പേരും കണ്ടിയത്ത് ഉസ്താദിന്റെ പേരൊക്കെ പറയുമ്പോ വളരെ സൂക്ഷ്മതയോടെ താഴ്മയോടുകൂടി പറയുന്നതാ. ഇന്ന് ചില ആളുകൾ അവരോടുള്ള ഒരു ബഹുമാനവും ഒരു ആദരവും ഇല്ലാതെ ഏതെങ്കിലും നിലയ്ക്ക് സംസാരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവരൊക്കെ ആ സമസ്തയെക്കുറിച്ചും അന്നത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോ വല്ലാത്ത മനസ്സിലേക്ക് സന്തോഷമുണ്ട്. അന്നുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോ അതാ ഞാൻ ഈ ഫജീർ ശാഖയിലുള്ള SKSSF-ന്റെയും SVS-ന്റെ പ്രവർത്തകന്മാരോട് പറയുന്നത്, പേര് പറഞ്ഞത് കൊണ്ട് മാത്രം പോരാ. ഞാൻ SKSSF-ന്റെ ആളാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പോരാ. ആ SKSSF-ന്റെ പ്രമേയം തന്നെ വിജ്ഞാനം, വിനയം, സേവനം. ആ മൂന്നും നമുക്കുണ്ടായി. നമ്മുടെ മഹാന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള മഹാന്മാർ, അവരിൽ നിന്ന് കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ കേട്ടുപഠിക്കുക, അല്ലെങ്കിൽ അവരെ കൂടെ നിന്നും കൊണ്ട് പഠിക്കുക. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അതല്ലാതെ വലിയ നിസ്കാരക്കാരനായിട്ടോ വലിയ നോമ്പുകാരനായിട്ടോ ഒരുപാട് ഹജ്ജ് ചെയ്തവനായിട്ടോ നമുക്ക് നാളെ പടച്ചറപ്പിന്റെ അടുത്ത് രക്ഷപ്പെടാമെന്ന് നമ്മളെ കൊണ്ട് വിചാരിക്കേണ്ട. നമ്മുടെ സ്വഭാവം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബി അങ്ങ് പിന്നെ മഹോന്നതമായ സ്വഭാവത്തിന്റെ മേലിലാണ്. സ്വഭാവത്തെക്കുറിച്ച് വലിയ നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞില്ല, വലിയ നോമ്പുകാരനാണെന്ന് റസൂലുള്ളാഹി തങ്ങളെ വിശേഷിപ്പിച്ചില്ല. റസൂലുള്ളാഹി തങ്ങൾ വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്.
ആ സ്വഭാവമാണ് നമുക്ക് ആവശ്യമുള്ളത്, ആ പെരുമാറ്റമാണ് നമുക്ക് ആവശ്യമുള്ളത്. ആളുകളെ വേദനിപ്പിക്കാത്ത നല്ല ഒരു സ്വഭാവത്തിന്റെ ആളുകളായി നമ്മൾ മാറാം. നമ്മുടെ മഹാന്മാർ അങ്ങനെയുള്ള മഹാന്മാരാ. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ അരികിലേക്ക് പോയി അവർക്കറിയാം എത്രത്തോളമുള്ള സൂക്ഷ്മത. ഇത് തങ്ങളെന്ന് പറഞ്ഞാൽ പറയണ്ട. ഉസ്താദുമാരെ സ്നേഹിക്കുന്നതും സാദാത്യങ്ങളെ സ്നേഹിക്കുന്നതും ഏത് ജനങ്ങൾ അവിടത്തേക്ക് പോയാലും ആ ഒരു താഴ്മയും ആ ഒരു സൂക്ഷ്മതയും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാ. അള്ളാഹു സ്വർഗം കൊടുത്ത് അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. ഉഖ്റവിയായ ദർജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുസുന്നത്തിനെ മുറുകെ പിടിച്ച് മരിക്കുന്നതുവരെ എല്ലാ നിലക്കും അവിടെ പോയവർക്കറിയാം. ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഒന്നായിരുന്നും കൊണ്ട് അത് കുഴച്ച് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം റസൂലുള്ളാഹി തങ്ങളുടെ മാതൃകയാ. അവർ കേട്ടുപഠിച്ചവരാ. ആ പ്ലേറ്റിൽ തന്നെ എല്ലാവരുടെ ഗ്ലാസ്സിൽ നിന്ന് ഉറ്റി വെള്ളങ്ങൾ ഈ പ്ലേറ്റിലേക്ക് വീഴ്ത്തി അതിൽ നിന്ന് വൃത്തിയാക്കിക്കൊണ്ട് ആ വെള്ളം കുടിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് മരിക്കുന്നത് വരെ അതുപോലെ സ്വഭാവത്തിൽ വളരെ നല്ല സ്വഭാവത്തിൽ ജീവിച്ചും കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയവരാ. അവരൊക്കെ ഇന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. നമ്മുടെ മനസ്സിൽ നിന്ന് ഇന്നും മായുന്നില്ല. കാരണം ദുനിയാവിൽ ജീവിക്കുമ്പോൾ സൂക്ഷ്മതയോടെ ജീവിച്ചു, നല്ല സ്വഭാവത്തോടെ ജീവിച്ചു. അതുകൊണ്ടാ ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്തത്. നമ്മൾ മരിച്ചുപോയാൽ ചിലപ്പോൾ ആരുടെ മനസ്സിലും നമ്മുടെ മുഖം ഉണ്ടാവില്ല. ആരെ മനസ്സിലും നമ്മുടെ മുഖം ഉണ്ടാവില്ല. കുടുംബത്തിന്റെ മനസ്സിൽ നമ്മുടെ മുഖം ഉണ്ടാവില്ല. എല്ലാ നിലയ്ക്കും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നവരാ. ഓരോരോ സ്ഥലത്ത് ഓരോരോ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു ബേജാറാ. ഒരു ഇഞ്ച് സ്ഥലത്തിന്റെ പേരിൽ പോലും കുടുംബങ്ങൾ തമ്മിൽ തല്ല. ഒരു കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നതിന്റെ പേരിൽ കുടുംബങ്ങൾ തമ്മിൽ തല്ലാണ്. ഒരു കുഞ്ഞിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠന്റെ ഭാര്യയും അനിയന്റെ ഭാര്യയും തല്ലാണ്. കുടുംബം മുറിഞ്ഞ് അതുപോലെയുള്ള സ്വഭാവക്കാരാ നമ്മള്. പിന്നെ ആരുടെ മനസ്സിലാ നമ്മളെ മുഖം ഉണ്ടാവും? നമ്മൾ പരിപാടിക്കുന്ന ഒരു കുറവില്ല അല്ലേ? ഉണ്ടാ വയലിന് കുറവുണ്ടാ? വയലിന് കുറവില്ല. ദിക്കറിന്റെ സദസ്സിനും കുറവില്ല. മജ്ലിസുൻ നൂറിന്റെ സദസ്സിനും കുറവില്ല. ഒരു സദസ്സിനും ഇന്ന് കുറവില്ല. പക്ഷെ കുറവുള്ളത് നമ്മൾ നന്നാവാത്തതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തായാലും നന്നാനേ ഇല്ല. എന്ത് പിന്നെ ആരോട് ചൊടിച്ചവനാണെങ്കിലും ഈ പരിശുദ്ധ ബറാഅത്ത് ദിവസം വരുമ്പോ ആ ചൊടിയിൽ നിന്നെല്ലാം മാറി നിന്നോ. നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാണെങ്കിൽ നിങ്ങൾ ചൊടിയിൽ നിന്ന് മാറി നിന്നോ എന്ന് തൊണ്ട പൊട്ടിച്ചിട്ട് ഉസ്താദുമാര് പറഞ്ഞാലും അതൊന്നുമില്ല. ബറാഅത്തിൽ നിന്ന് ദ്വാരന്നുകൊണ്ടേയിരിക്കുവന് അല്ലേ? നന്നാവൽ അങ്ങനല്ലേ? ഒരു സദസ്സിലേക്ക് വന്നിട്ടാകുമ്പോ നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാവണം. സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവണം. പെരുമാറ്റത്തിന് മാറ്റം ഉണ്ടാവണം. നിസ്കരിക്കാത്ത മനുഷ്യനാണെങ്കിൽ ഇതോടെ അവൻ തീരുമാനിക്കണം, പടച്ചോനെ ഇൻഷാ അല്ലാഹ് SKSSFന്റെ 14ാം വാർഷികത്തിന്റെ സദസ്സിൽ ഒരു തീരുമാനം എടുക്കാണ്. അല്ലാഹുവേ, ഒരു സുബഹി പോലും എന്റെ ജമാഅത്തിന് ഇഷ്ടപ്പെടൂല. ഒരു സുബഹി ജമാഅത്ത് പോലും എന്നിൽ നിന്ന് ഇഷ്ടപ്പെടൂല എന്നുള്ള തീരുമാനം എടുക്ക്. മതി ളുഹറിന്റെ തീരുമാനം അടുത്ത സദസ്സിനെടുക്കാം. നമ്മൾ നന്നാവൽ അങ്ങനെ. ഇത് ഒന്നുമില്ല. എത്ര സദസ്സിലിരുന്നാലും, എത്ര പരിപാടി കേട്ടാലും, എത്ര വയല് കേട്ടാലും, എത്ര ദിക്ർ ചൊല്ലിയാലും പണ്ടുള്ള പോലെ തന്നെ അല്ലേ? തടി മാത്രം കുറച്ച് തടിച്ചിട്ടുണ്ടാവും, അത്ര തന്നെ. അങ്ങനല്ലേ? വേറെ നമ്മളെ പ്രവർത്തനത്തിൽ ഒരു മാറ്റം ഉണ്ടാവൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ശഅബാൻ മാസം ഗ്യാരണ്ടിയില്ല. ഞാൻ ഇപ്പോഴും ഓർത്തു ഒരു സദസ്സിൽ ഇന്നലെ ഒരു വലിയ ആലിം, ഇന്നലെ പുതുതായി പിന്നെ തോടാർ ശംസുൽ ഉലമ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുക്കുന്ന ഒരു ആലിം ആ സനദ് എടുക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. കാരണം പനി മാത്രമാണ്.
ഇതുപോലെ ആ ഉസ്താദിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് മുന്നത്തെ പോലെയല്ല. ഇന്ന് നല്ലോണം വേദനിച്ചു. ഈ അടുത്ത് നമ്മുടെ നീലേശ്വരത്തിലുള്ള ഒരു സഹോദരി, ഒന്നുമില്ല, ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. അത് ഗുളിക ഇത് കഴിച്ച്, ഗുളികെല്ലാം കഴിച്ച് കുറച്ച് റാഹത്താവും. 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വരും, അങ്ങനെയും കുടിക്കും, അപ്പൊ റാഹത്താവും. അങ്ങനെ ഒരു മാസക്കാലം നീണ്ടു. അങ്ങനെ അവസാനം അത് പിന്നെയും വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നും കൊണ്ട് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്യുമ്പോ ഡോക്ടർമാർ പറഞ്ഞു, ആ സഹോദരിക്ക് പള്ളയിൽ ക്യാൻസറാണ്. അത് 1 2 അല്ല, 4ാമത്തെ സ്റ്റേജാണ്. കരൾ മുറിച്ചെടുക്കണമെന്ന് ആ സഹോദരിയോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അള്ളാഹു ആ സഹോദരിക്ക് പരിപൂർണ്ണ ശിഫാഇനെ നൽകട്ടെ. ഞാൻ പറഞ്ഞത്, ഇന്ന് രോഗങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം വേദനിക്കുമ്പോ ഡോക്ടറുടെ അരികിലേക്ക് പോയാൽ ആ ഡോക്ടർമാർ പറയുന്നത് നമ്മളെ പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഏതെല്ലാം റിപ്പോർട്ടുകളാണ്. ഇത് ചെറിയ പിഞ്ചു പൈതലിന് പോലും, അല്ലെ, ചെറിയ പിഞ്ചു പൈതൽ ഈ 18 കോടി റുപ്യെല്ലാം മൂടിയാൽ പോലും ആ കുഞ്ഞിനെക്കാലം കൂടുതലുണ്ടാവും. തൂക്കി നോക്കിയാലും 18 കോടി റുപ്യ ആ കുഞ്ഞിനെക്കാലം കൂടുതലുണ്ടാവും. കാരണം ചെറിയ 8 മുട്ടും തിരിയാത്ത പ്രസവിച്ച കുഞ്ഞിന് പോലും ഒരു ഉറ്റ മരുന്നിന് വേണ്ടി കോടിക്കണക്കിന് പൈസകളാ ഇന്ന് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1 2 കോടിയല്ല, 18 20 കോടികളാ ഒരു ഉറ്റ മരുന്നിന് വേണ്ടി. അല്ലാഹു നമുക്ക് തന്ന ഈ ഒരു നിഅമത്ത്, ഈ ആഫിയത്തിന് പടച്ചറപ്പ് എപ്പോ തിരിച്ചെടുക്കുമെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹു തന്ന ഈ റൂഹിനെ എപ്പോ തിരിച്ചെടുക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ എനിക്ക് നാളെ നന്നാവാം എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് തീർത്തും ഒഴിവാക്കി ഇന്ന് എന്റെ മനസ്സിൽ തീരുമാനമെടുക്കുക, ഇൻഷാ അല്ലാഹ് എനിക്ക് നന്നാവണം. സുബ്ഹിക്കണിക്കാത്ത മനുഷ്യൻ ഇന്ന് മനസ്സിൽ കരുതിക്കൂ, എനിക്ക് പള്ളിയിലേക്ക് ജമാഅത്തിലേക്ക് എത്തണം എനിക്ക്. അല്ലെങ്കിലോ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവന് തീരുമാനിച്ചോ, ആ തെറ്റിൽ നിന്ന് എനിക്ക് മാറി നിൽക്കണം. എൻ്റെ ഉമ്മ സഹോദരിമാരും അതുപോലെ നല്ല തീരുമാനങ്ങളുമായി ഈ സദസ്സിൽ നിന്ന് പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, കഷ്ടപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ ഇതിന്റെ ഫലം കിട്ടണ്ടേ? കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരാള് ഈ പരിപാടി കൊണ്ട് നന്നായാൽ മതി, ഒരു സ്വഭാവം നന്നാക്കിയാൽ മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ചെറിയൊരു ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ്